ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം തലയാകുളത്തമ്മേ ശരണം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹര നമ പാർവതീപതയേ ഹര ഹര മഹാദേവ ആഞ്ജനേയ സ്വാമിക്ക് ജയ് 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 ശ്രീ രാധേശ്യാം രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാമായണം, ഒരു മാസം നീണ്ടു നിന്ന രാമായണ യജ്ഞം ഇന്ന് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ശ്രീരാമ പട്ടാഭിഷേകം വരെ വായിച്ച് രാമായണം, ഉത്തരരാമായണം എനിക്ക് വായന കടന്നിട്ടില്ല. ഈ ഒരു ഇതുവരെയാണ് വായിച്ചേക്കണത്. അപ്പോൾ ഉത്തരരാമായണമാണ് ശരിക്കും നമ്മളൊക്കെ വായിക്കേണ്ടതാണ്. ഉത്തരരാമായണം മനസ്സിരുത്തി വായിക്കേണ്ടതാണ്. അതിലാണ് എല്ലാ കഥകളും ഒക്കെ മനസ്സിലാക്കാനുള്ളതും ഒക്കെ അതിലാണുള്ളത്. കാരണം ഇപ്പോൾ പട്ടാഭിഷേകം വരെ ആയുള്ളൂ. ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആ ഒരു ജീവിതം മുഴുവനും സ്വധാമഗമനം വരെയുള്ള ഭാഗങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഉത്തരരാമായണത്തിലാണ് വന്നേക്കണത്. ഏതോ ഒരു ആരൊക്കെയോ പ്രചരിപ്പിച്ചൊരു പ്രചരണം കൊണ്ട് ഉത്തരരാമായണം വായിക്കാൻ പാടില്ല എന്നൊക്കെ പറയും ആൾക്കാർ. അത് വായിക്കാൻ പാടില്ലായൊന്നുമില്ല. ഉത്തരരാമായണം വായിക്കുക തന്നെ വേണം, എന്നാലേ പൂർണ്ണമാവുള്ളൂ. പകുതി ഇപ്പം നമ്മൾ ഭഗവാന്റെ ഇത് വായിക്കുമ്പോൾ, ഭാഗവതം വായിക്കുമ്പോൾ ഭഗവാന്റെ സീത കംസനെയൊക്കെ വധിച്ച് അതൊക്കെ കഴിഞ്ഞ് അവിടെ രുക്മിണിയുടെ വിവാഹം കഴിയണോട്ട് വെച്ചിട്ട് നിർത്തുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി കാണുകയാണ്. സ്വധാമഗമനം വരെ വായിക്കണ പോലെ ഇതും അതെ. എല്ലാ കഥകളും പൂർണ്ണമാവണമെങ്കിൽ അത് വായിക്കണം. പക്ഷേ ഇത്രയെങ്കിലും വായിച്ച് സമർപ്പിക്കുക എന്ന് മഹാത്മാക്കളായിട്ടുള്ളവരുടെ ഒരു ഇത് കാരണം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തത്. ബാക്കി നമുക്ക് അറിവിന് വേണ്ടി അതും കൂടെ വായിക്കേണ്ടതാണ്. അത് വായിച്ചാലാണ് എല്ലാ കഥകളും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതും കൂടിയും ഇതും കഴിഞ്ഞാലും നിർത്താണ്ട് നമുക്ക് എല്ലാവർക്കും വീടുകളിലിരുന്ന് പാരായണം ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇപ്പോൾ ഇന്ന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ആദ്യത്തെ ഭാഗം രാമായണം, അധ്യാത്മരാമായണം പാരായണം ചെയ്ത് ഇന്നത്തോടുകൂടി സമർപ്പിക്കുന്നു. അത് കഴിഞ്ഞാൽ ഉത്തരരാമായണത്തിൽ അവസാനം ഒരു സ്തുതിയുണ്ട്. ആ സ്തുതിയും കൂടി പാരായണം ചെയ്തിട്ടാണ് സമർപ്പിക്കുക. ഇനി കഥകൾ പറയാനൊന്നുമില്ല. കഥകളൊക്കെ ഇനി കഥകൾ പറയാനുള്ളത് ഉത്തരരാമായണത്തിലാണ്.
കാരണം ഇപ്പോൾ പറഞ്ഞു, ഉത്തരരാമായണം വായിച്ചപ്പോൾ സങ്കടമായി, സീതയെ ഉപേക്ഷിച്ച കാര്യമൊക്കെ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞല്ലോ. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ശരിക്കും ആ കഥ പോലെയല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ആഴത്തിലുള്ള കാര്യങ്ങളുണ്ട്. സീതയെ അവിടെ ഉപേക്ഷിക്കാൻ ഉള്ള കാരണം എന്ത് എന്നൊക്കെ ഉപേക്ഷിക്കലൊന്നുമല്ല, നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമ്പോഴേ അത് ഉപേക്ഷിക്കലായിട്ട് തോന്നുന്നുള്ളൂ. അത് അങ്ങനെയല്ല അവിടെ നടന്നിരിക്കുന്നത്. ഒരു കഥാരൂപത്തിൽ നമുക്കങ്ങനെ തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് വിശദമായിട്ട് നമുക്ക് അറിയാനൊക്കെ ഉണ്ട്. കാരണം ആ സീതയെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ സീതയ്ക്ക് കാട്ടിൽ കൊണ്ടുവന്ന് ആക്കിൻ്റെ സീതയ്ക്ക് കാട്ടിൽ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ജനക മഹാരാജാവ് ഒന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഉപേക്ഷിച്ചതാണെങ്കിൽ അല്ലേ, അങ്ങനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ ആരില്ലാത്തതല്ലല്ലോ, അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവാണ്ട് അവിടെ അതും വസിച്ചു എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഗർഭിണിയായ സ്ത്രീയായിരുന്നു സീത അല്ലേ. അങ്ങനെ ഗർഭിണിയായ ഒരു സ്ത്രീയെ അനാഥമായിട്ട് വിടുക എന്ന് പറയുന്നത് അങ്ങനെയല്ല, സനാഥമായിട്ട് തന്നെയാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ. ആ ഗർഭിണിക്ക് വേണ്ട അത് എന്താണ്, ഗർഭസ്ഥ ശിശു ഗർഭിണിയായിരിക്കുമ്പോൾ ഗർഭസ്ഥ ശിശുവിനെ ഇനിയുള്ള തലമുറയെ നന്നായി അങ്ങനെയാണല്ലോ സൃഷ്ടിക്കുക. നമ്മളുടെ അധിക പേരും ഭോഗാസക്തി അല്ലെങ്കിൽ കാമാസക്തിയുടെ പ്രതിഫലമായിട്ട് ഉണ്ടാവുന്ന മക്കളാണ് അധിക പേർക്ക് ഉണ്ടാവുന്നത്. കാരണം അങ്ങനെയുള്ള മക്കളാകുമ്പോഴാണ് നമുക്കത് ദുഃഖങ്ങളും ദുരിതങ്ങളും തരുന്നത്. ഇത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് 2 പ്രജകളെ അവിടെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു ധർമ്മം. അത് തന്നെയാണ്. അപ്പോൾ ഒരു രാജാവ് എന്ന നിലയ്ക്ക് രാജാവ് ചെയ്തത് എന്താ, രാജാവിൻ്റെ ധർമ്മമായിട്ട് ഭാര്യയെ വച്ചതിന് പറ്റിയിട്ടൊരു അപവാദം കേട്ടപ്പോൾ ആ അപവാദത്തിൽ നിന്ന് രാജാവ് അത് കേൾക്കേണ്ടതാണെന്നുള്ളൊരു വശം വേറെ. പിന്നെ ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ആ ഭർത്താവ് ചെയ്യേണ്ടത് എന്താണ്, ശരിക്കും ഇന്നത്തെ കാലം പോലെ ആ ഭോഗാസക്തിയോട് കൂടിയിട്ട് ജീവിതം കഴിയുക എന്നുള്ളതല്ല. വിവാഹത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താ, സൽപുത്രന്മാർ ഉണ്ടായിട്ട് ആ പുത്രന്മാരെ വേണ്ട വിധം വളർത്തിയിട്ട് അവർക്ക് രാജ്യം നൽകിയിട്ട് പിന്നീട് ആ ശരീരം തപസ്സിന് പോയിട്ട് ശരീരം കാട്ടിൽ ഉപേക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ളതാണ്. അങ്ങനെയാണ് നിങ്ങൾ പോവുക. അതിനു വേണ്ടിയിട്ടാണ് കുടുംബജീവിതം. അല്ലാണ്ട് ഉള്ള നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഭാഗം അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ദുഃഖത്ര സങ്കടം വരുന്നത്. അപ്പോൾ എന്താണ് ആ സീതയ്ക്ക് ഇങ്ങനെ, സീതയെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അപവാദം പറയണ അവസരത്തിൽ ശ്രീരാമചന്ദ്രപ്രഭുവിന് എവിടെ വേണമെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാറുന്നു അല്ലേ. എന്തിനാ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച്? അതൊക്കെ ആ കഥ വായിച്ചാലേ അറിയുള്ളൂ. അത് വായിച്ചത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിയെങ്കിലും പറയാൻ ചെയ്യുക. വാൽമീകിയുടെ ആശ്രമത്തിൽ ഉപേക്ഷിച്ചത് ഗർഭിണിയായിരിക്കുന്ന ആ സീതയ്ക്ക് വേണ്ടതുപോലെ. ഇപ്പോൾ ഭാഗവതത്തിൽ കാണാമല്ലേ, പ്രഹ്ലാദനെ ഇപ്പോൾ ഹിരണ്യകശിപു തപസ്സിന് പോയപ്പോൾ ഭാര്യ കയാധുവിനെ ദേവന്മാർ വധിക്കാൻ കൊണ്ടുപോകുമ്പോൾ ആ നാരദരെ രക്ഷിച്ചു കൊണ്ടുപോയിട്ട് സ്വന്തം ആശ്രമത്തിൽ വച്ചിട്ട് ആ ഗർഭസ്ഥ ശിശുവിന് പറഞ്ഞു കൊടുത്ത പുസ്തകം എടുത്തു എല്ലാവരും എടുത്തോളൂ. അപ്പോൾ ആ ഗർഭസ്ഥ ശിശുവിന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ കേട്ടിട്ടാണ് പ്രഹ്ലാദൻ അത്രയും ഒരു ഭക്തോത്തമനായിട്ട് വളർന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രഹ്ലാദൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ വരുന്ന ഈ ഒരു ഭാഗം. ഇനി ഉണ്ടാകുന്ന കുട്ടികളെ നല്ല രീതിയിൽ അവർക്ക് നല്ല ആശ്രമത്തിലായിരിക്കുമ്പോൾ ആശ്രമത്തിൻ്റെ അതിലെ മന്ത്രങ്ങളും നാമജപങ്ങളും കാര്യങ്ങളൊക്കെ കേട്ട് ആ സീതാദേവി തൻ്റെ ഗർഭകാലം കഴിച്ചു കൂട്ടുക ചെയ്യണത്. അങ്ങനെ ആ ഗർഭകാലം കഴിച്ചു കൂട്ടുന്ന ആ സീതാദേവിയുടെ സൽപുത്രന്മാർക്കൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഉപേക്ഷ എന്ന് നമുക്ക് തോന്നുന്നത്. അത് ഉപേക്ഷയല്ല, സംരക്ഷണം ആണ്. അപ്പോൾ രാജാവ് എന്നുള്ള നിലയ്ക്ക് രാജനീതി നടപ്പാക്കി, ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഭർത്തൃനീതി നടപ്പാക്കി. ലൗകികമായ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ദോഷമായിട്ട് തോന്നും. എല്ലാവരും ഇതൊക്കെയാണ്, ഇത്ര വലിയ മര്യാദാപുരുഷോത്തമനായിട്ട് എന്തിനാ ഉപേക്ഷിച്ചത് എന്നൊക്കെയാണ് എല്ലാവരെയും ചോദ്യം. ഉപേക്ഷിച്ചിട്ടില്ല, സംരക്ഷിക്കുക തന്നെയാണ് ചെയ്തത്. ആ സംരക്ഷണത്തിൽ തന്നെയാണ് ആ സംരക്ഷണത്തിലുണ്ടായ 2 മക്കൾ, ലവകുശന്മാർ 2 മക്കളുണ്ടായത്. അവരാണ് ലോകത്തിന് നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് അവരെയും
സത്സന്താനങ്ങളായിട്ട് വളർത്തി എല്ലാവിധ ആയോധന വിദ്യകളൊക്കെ പഠിപ്പിച്ചു എന്നുള്ളതൊക്കെ പറയണം. അതൊക്കെ അതിൽ പറയണ്ടേ. അപ്പോൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ ഉത്തരരാമായണം വായിക്കാൻ സാധിക്കട്ടെ. അതിനിടയ്ക്ക് ഞാൻ കണ്ടത് ആദ്യം 3 കസാരയായിരുന്നു, പിന്നെ 4 കസാരയായി, പിന്നെ 5ആയി, 6ആയി. ഇപ്പം ഇങ്ങനെ പരന്ന് എല്ലാവരും കൂടി ഒരു വരി അങ്ങോട്ട് ഇരുന്നോളൂ. ഇതേ ഇവിടെ എന്താ ഒരു അടക്കും ചിട്ടയിൽ ഇരിക്കും എല്ലാവരും. അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടല്ലോ. അതെല്ലാവരും ഇങ്ങനെ പരന്നിരിക്കുമ്പോൾ നമുക്കൊരു സുഖമില്ല. ഇങ്ങോട്ട് നീക്കി ഈ സൈഡിലേക്ക് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ടാൽ മതി. എല്ലാവരും ഇങ്ങനെ പരന്നിരിക്കണം. ഹരേ കൃഷ്ണ. നാരായണ 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 നാരായണ. പിന്നെ ഒരു അടക്കായി. നാരായണ 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 നാരായണ. നമ്മൾ ഇവിടെ ഇന്ന് സമർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഉള്ളിലേക്ക് നാമജപത്തോടു കൂടി പോയിട്ട് തിരുമേനിക്ക് ഒരു ദക്ഷിണ സമർപ്പിക്കണം. ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ ഇന്നലെ അത് പറയാൻ മറന്നുപോയി. അപ്പോൾ അതെന്താ വേണ്ടതെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യാം കേട്ടോ. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക് ശ്രീ ഗുരുവായൂരപ്പ ശരണം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദിവാഭയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേശ്വരവിശ്വരൂപം പ്രണൗമി തുഞ്ചത്തിരുവാദ്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക്. ഈ രാമായണം ആരുടെയാണ്? ആരും എടുത്തില്ല കേട്ടോ ഒരു രാമായണം. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം
ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായിട്ടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാന്റെ അത്രയും ആ വാത്സല്യം കൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഈ രാമായണ പാരായണം ഇവിടെ സമർപ്പിക്കാനായിട്ട് സാധിച്ചു. എത്ര വീണ്ടും നമസ്കരിച്ചാലും ഒന്നും മതിയാവില്ല. എത്ര ജന്മങ്ങൾ കിട്ടിയാലും നമസ്കരിച്ചാലും മതിയാവാത്ത ആ ഭഗവാന്റെ കാരുണ്യത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. വിശ്വംഭര പരിപാലന പറഞ്ഞു വാനരാദികൾക്ക് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം അതുവരെയാണ് കേട്ടോ. ഞാൻ പറയാൻ മറന്നുപോയി, വായിക്കാനുള്ളൊരു ഇഷ്ടം പെട്ടെന്ന് അങ്ങടെ. അപ്പോൾ അത് വാനരാദികൾക്ക് ഏറ്റവും അവസാന ഭാഗമാണ് വാനരാദികൾക്ക് ശ്രീരാമ ഭഗവാൻ കൊടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട്. കിട്ടിയോ എല്ലാവർക്കും? വിശ്വംഭര പരിപാലനവും ചെയ്തു വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണമായി വന്നീതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസാധു സംയുത ഭക്തങ്ങളോടു കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങളക്കാലമൂഴിയിൽ സദ്ഗന്ധയുക്തമായി വന്നിതൊക്കവേ 100,000 ദുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണാഭരണങ്ങളും സുബ്രാഹ്മണർക്കു കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണ മാല്യങ്ങള സഖ്യമായി പൃഥ്വീതുരോത്തമന്മാർക്കു നൽകിയിടിനാൻ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണവൈരിത്ര്യാമനകാമനൂപമം ആദിത്യപുത്ര നൽകിനാനാദരാലാതിദേയാധിപുത്ര തനയനും അംഗദാദന്തം കൊടുത്തോരനന്തരം മംഗലാവാങ്കിയാം സീതയ്ക്കു നൽകിന. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാവിലയതിനങ്ങിനെയുള്ളൊരു ഭാരം കൊടുത്തതു കണ്ടു വൈദേഹിയും ഭാരം പ്രസാദിച്ചു മന്ദസ്മിതം. കണ്ട ദേശത്തിങ്കൽ നിന്നങ്ങെടുത്തിട്ടു 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൽ. ഭർത്തൃമുഖാംബുജവും മാരുതീവക്തവും മധ്യേ മണിമയമാകിയാഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗലാദേവതയോടു ചൊല്ലിടിനാൻ. ഇക്കണ്ടവർകളിലിഷ്ടനാകുന്നതാ ഉത്കമാലത്തിങ്കൽ നിനക്കു മനോഹരേ നൽകിയിടവന്നു നീ മറ്റാരുമല്ല നിന്നാകൃതാഭംഗം വരുത്തുവാനോ മലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൻ. ഇവിടെ ജാനകി ജീവനസ്മരണം ജയ ജയ രാമ രാമ. ഇവിടെ ഒരു കഥ പറഞ്ഞിങ്ങനെ കേൾക്കലുണ്ട്. അതായത് ഈ കഥയാണ് കേട്ടോ, ഇതിലുള്ളതൊന്നുമല്ല, എന്നാലും ഞാനതൊന്ന് പറയണമെന്നേ ഉള്ളൂ. ആ ഒരു കഥയോടെ എന്തോ മനസ്സുകൊണ്ട് എനിക്ക് അത്രയും കൂടെ ഒരു യോജിപ്പില്ല. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മ വന്നപ്പോൾ. കഥയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ മാല, അത്രയും അമൂല്യമായ മാല സീത ഹനുമാന് കൊടുക്കൂത്രേ. അപ്പോൾ ഹനുമാൻ ആ മാല ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കും. എന്നിട്ടത് കടിച്ച് അതിൻ്റെ മുത്ത് പൊട്ടിച്ച് തുറന്നു നോക്കും. എന്നിട്ട് അത് വലിച്ചെറിയും ആ മാല. സീതാദേവി കൊട്ട മാല. അങ്ങനെ ഒരു കഥ പറയണ കേട്ടോ, നിങ്ങളൊക്കെ കേട്ടോണ്ടോന്ന് അറിയില്ല. അപ്പോൾ അതെന്താ, എന്നിട്ട് അതെന്താ അങ്ങനെ. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെന്താ അങ്ങനെ ചെയ്തതെന്ന്. ഞാൻ പറയാം, അതിൽ രാമനില്ലാത്തതൊന്നും മറ്റുള്ളവർക്കൊക്കെയാണ് അത് അമൂല്യരത്നം. രാമനുണ്ടോയെന്ന് നോക്കിയതാണ്. പക്ഷേ ഹനുമാൻ സ്വാമി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അല്ലേ? നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് വെറുതെ ഒരു കഥ. രാമനാമം ഉണ്ടോ, രാമത്തിൻ്റെ മഹത്വം പറയാനായാലും ഒരാളുടെ മഹത്വം പറയുമ്പോൾ മറ്റൊരാളെ നിഷേധിച്ചിട്ടാവരുത്. കാരണം ഹനുമാൻ സ്വാമി ഒരിക്കലും സീതാദേവിന് കൊടുത്ത എത്ര മൂല്യമില്ലാത്തതായാലും കൊടുത്താൽ അത് അത്രയും തരണത് അമൂല്യമായിട്ട് തന്നെ സ്വീകരിക്കും. മാത്രമല്ല ഹനുമാൻ നോക്കണേരത്തെ എല്ലാം രാമനാമാണ്. ഹനുമാൻ കാണുന്നതൊക്കെ രാമനാണ്. അതിനിടയ്ക്ക് അതിൽ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതെവിടെയാണ്? അത് ഒരു യുക്തിയാണോ? അപ്പം അങ്ങനെ ഒരു കഥ കേട്ടുണ്ട്.
പക്ഷേ ആ കഥ അത്ര യുക്തിയാണ് എന്ന് അതായത് പറയണത് എന്തുകൊണ്ടാണ് രാമനാമത്തിൻ്റെ മഹത്വം, അതുപോലെ ഹനുമാൻ്റെ ഭക്തിയുടെ മഹത്വം പറയാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പറഞ്ഞത്. പക്ഷേ ഇത് അത്ര യുക്തിസഹജമായിട്ട് തോന്നണില്ല. അങ്ങനൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കഥ മുത്ത് കടിച്ച് ധാരാളം പറയണ കേട്ടിട്ടുണ്ട്. കടിച്ച് നോക്കും, സീതാദേവി കൊടുത്ത മാലയുടെ മുത്ത് കടിച്ചു നോക്കും, എന്നിട്ട് അത് വലിച്ചെറിയും എന്നുള്ള കഥ ധാരാളം പറയണ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ കഥ അത്രയും അങ്ങോട്ട് യുക്തിസഹജമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഹാരവും പൂണ്ടു വിളങ്ങിനാറ്റേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിട്ടു അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരീകെ വിളിച്ചരുൾ ചെയ്തിതാനന്ദ പരവശനായി മധുരാക്ഷരം മാരുതാനന്ദന വേണ്ടും വരത്തെ നീ വീരാവരിച്ചുകൊള്ളും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ സ്വാമിൻ പ്രഭോ നിന്തിരുവടി തന്നെ നാമവും ചാരു ചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം രാമനാമം കേട്ടുകൊള്ളുവാനാരദം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകേ മാനസേ തൃപ്തി വരാ വിഭോ. വേണ്ട മറ്റു വരം മമ വേണ്ടാതയാനിധേ മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണം എന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. ജാനകി ജീവനസ്മരണം. ഇവിടെ ചോദിക്കുകയാണ് എന്താ വരം വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറയാണ്. അപ്പോൾ പറയണത് എന്താ, ഭഗവാനെ അവിടുത്തെ നാമം, അവിടുത്തെ ചരിത്രം എത്ര കാലം ഈ ഭൂമിയിലുണ്ടോ അത്രയും കാലം എനിക്ക് ഈ ഭൂമിയിൽ ഉണ്ടാവണം. അപ്പോൾ പ്രപഞ്ചം നിലനിൽക്കുന്നിടത്തോളം രാമനാമം രാമകഥകളും ഉണ്ടാവും. അപ്പോൾ അത്രയും കാലം എനിക്ക് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? രാമനാമം കേട്ടുകൊള്ളാനും രാമൻ്റെ കഥകൾ കേൾക്കാൻ വേണ്ടിയിട്ടുമാണ്. അതെത്ര കേട്ടാലും എനിക്ക് തൃപ്തി വരില്ല ഭഗവാനെ എന്ന് പറയാണ്. ഈ ഹനുമാൻ സ്വാമിയാണ് രാമായണം വായിക്കണവരെ ശപിക്കുന്നു പറയുന്നത്. എത്ര കഥകൾ കേട്ടു അല്ലേ? സന്ധ്യാവന്തനം ചെയ്യുകയാണ് ആ സമയത്ത് വായിച്ചാൽ ഹനുമാനൊരു സന്ധ്യാവന്തനം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. ഹനുമാൻ നമ്മുടെ 24 മണിക്കൂർ കേട്ടോ, അങ്ങനെയാണ്. അതായത് അനാരതം ഒരു ധാര പോലെ രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കണതാണ്. ഹനുമാൻ്റെ ആ ഉദ്ദേശം തന്നെ, ജീവിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ? ഇത്രയും കാലം എനിക്ക് ജീവൻ തരണം എന്ന് പറയേണ്ട ഉദ്ദേശം എന്താ? ആരൊക്കെ എവിടെയൊക്കെ രാമനാമം എപ്പോഴൊക്കെ ജപിക്കണോ അവിടെ ഇരുന്ന് കേൾക്കണം. അതുപോലെ ആരൊക്കെ ഭഗവാന്റെ കഥകൾ പറയണ്ടോ അത് കേൾക്കണം. അതിന് കാലഭേദങ്ങളൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്താ ആ സമയത്ത് വായിക്കാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേര് അത് കാരണം രാമായണം വായിക്കാണ്ടുണ്ട്. ഇതെങ്ങാനും വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വായിച്ചാൽ അത് ശല്യമാകുമോ എന്ന് വിചാരിച്ചിട്ട് കുറേ പേര് വായിക്കാണ്ടുണ്ട്. അങ്ങനെ ഇല്ല. ആ രാമായണം എപ്പോൾ വായിച്ചാലും ഹനുമാൻ സ്വാമിക്ക് സംപ്രീതനാവുകയുള്ളൂ. എപ്പോൾ വേണമെങ്കിലും വായിക്കാം എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, ഭഗവാന്റെ ഇപ്പോൾ ഹനുമാൻ സ്വാമി സന്ധ്യാവന്ദനം ചെയ്യണ സമയം ആ ദേവന്മാരുടെ സമയവും നമ്മളുടെ സമയവും എന്ന് വെച്ചാൽ അല്ലേ, അതിനും വ്യത്യാസമുണ്ട്. അവരിതാ നമ്മൾ ഭാഗവതമൊക്കെ കേൾക്കുമ്പോൾ കണ്ടില്ലേ, ബ്രഹ്മാവൊന്ന് മിഴി അടച്ച് തുറന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് പറയണല്ലേ. അപ്പോൾ മിഴി അടച്ച് തുറന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴേക്കും ആണ് അവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴേക്കും ഭൂമിയിൽ 1 വർഷം കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ ഭൂമിയിൽ നമ്മളുടെ സമയം എന്ന് പറയണതും ദേവന്മാരുടെ സമയം എന്ന് പറയുന്നത് തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. എന്നിട്ട് നമ്മുടെ 3 സന്ധ്യയ്ക്ക് സന്ധ്യാവന്തനം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുകയാണ്. നമുക്ക് മാറ്റിവെക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മളെപ്പോഴും പറയണ പോലെ ഇത് വേണ്ടാന്ന് വയ്ക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. വേണം എന്ന് വയ്ക്കാൻ ഒരേ ഒരു കാരണമുള്ളൂ, ഇഷ്ടം, കൊതി. ഇപ്പോൾ നാളെ വീട്ടിൽ വെച്ചിട്ട് സമ്പൂർണ്ണ രാമായണം വായിക്കുന്നുണ്ട്. അറിഞ്ഞിട്ടാണോ വായിക്കണേ? ഒന്നും അറിഞ്ഞിട്ടല്ല, കൊതി കൊണ്ട് വായിക്കുകയാണ്. വായിച്ചാൽ എത്തില്ല എന്നുള്ളത് മനുഷ്യൻ്റെ ഗതിയിലനുസരിച്ചാൽ എനിക്ക് 100% ഉറപ്പുണ്ട് എന്നെക്കൊണ്ട് വായിച്ച് സമർപ്പിക്കാൻ പറ്റില്ലെന്ന്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ വരണവർക്ക് പലർക്കും പല പല വിധത്തിലുള്ള വയ്യായകളും വന്നിട്ട് തടസ്സങ്ങളും വന്നിട്ട് വരാണ്ടിരുന്നു. പക്ഷേ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എനിക്ക് കാലുവേദന ഉണ്ടായി, അതിനിടയ്ക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് പോലും രാവിലെ ആകുമ്പോൾ അതൊന്നും ഇല്ലാണ്ട് ഇവിടെ എത്തണത് എൻ്റെ മഹത്വം കൊണ്ടല്ല. ഇവിടെ സങ്കല്പം ഇവിടെ വച്ചത് പാരായണം ചെയ്യുന്നുള്ള സങ്കല്പത്തിൽ ഭഗവാനോട് ഇരുത്തിയത് കൊണ്ടാണ് അത് മുടക്കല്ലാണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഇത് നോക്കുക, ഭഗവാന്റെ സങ്കല്പമാണിത്.
അപ്പോൾ ഭഗവാനാണിത് നടത്താമെന്ന് തീരുമാനിച്ചേക്കണേ. അപ്പോൾ അത് മുടക്കല്ലാണ്ട് നടത്തുക ആരാ? ഭഗവാൻ. നമ്മളാ തീരുമാനിച്ചു വെച്ചാൽ മുടങ്ങിപ്പോവും. അതുപോലെ ആ കൊതി പറഞ്ഞപ്പോൾ നാളത്തെ ആ പാരായണം ഭഗവാനാ തീരുമാനിച്ചേക്കണേ. അപ്പോൾ അതുകൊണ്ട് അത് ഭംഗിയായിട്ട് നടക്കും. നമ്മളാ തീരുമാനിച്ചു വെച്ചാൽ നമുക്ക് സാധിക്കില്ല, ഉറപ്പായിട്ടും സാധിക്കില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മളുടെ ഒരു മിടുക്കും ഇവിടെ എവിടെയില്ല. പൂർണ്ണമായിട്ടും ആ ഭഗവാന്റെ കാരുണ്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ വന്നിരിക്കാൻ പോലും സാധിക്കണത് എന്ന് ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് പറയുക, ഒരിക്കലും ഇനി അങ്ങനെ ആരജ്ഞാനം പറയുകയാണെങ്കിലും പറയുക, രാമായണം ഒരു തവണയെങ്കിലും വായിച്ചു നോക്കാൻ പറയും. ഇനി ഇങ്ങനെ പറയണവരോട് പറയാം, നിങ്ങൾ ഒരു തവണ രാമായണം വായിക്കൂ, എന്നിട്ട് പറയൂ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ പറയുക, ആ അധ്യാത്മ രാമായണത്തിൽ ഏറ്റവും ഒരു തവണ രാമായണം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല. അവസാനം വാനരാദികൾക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന ഭാഗമുണ്ട്. അതിൽ കുറച്ച് അതിലിങ്ങനെ ഒരു ഭാഗം പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് അവരോട് പറയണം. ഇതാണ് അതിനുള്ളൊരു ഉത്തരം. അതിന് നമുക്കതറിയണമെങ്കിൽ നമ്മൾ രാമായണം വായിക്കണമല്ലോ. അപ്പോൾ ഇതാണ്, നമ്മൾ കുറേ വായിച്ചിട്ട് കാര്യമില്ല, വായിച്ച് കളയാം എന്നിട്ട് വായിച്ചിട്ട് കാര്യമില്ല. മനസ്സിരുത്തി വായിക്കുമ്പോൾ നമുക്കതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ ഭഗവാനെ. മൽക്കഥായുള്ള നാൾ മുക്തനായി വാഴ്ക നീ, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. കണ്ടോ, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ഓരോ വാക്ക് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭക്തി ഉണ്ടായാൽ മാത്രമാണ് ആ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാത്തിനും അടിസ്ഥാനം അല്ലെ, വീടിന് അടിത്തറ വേണ്ടേ? വീട് കെട്ടാൻ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ട് കെട്ടലൊക്കെ ഉണ്ട്. പക്ഷെ അടിത്തറ നന്നായി അടിത്തറ ഉറച്ചാലേ വീട് നന്നാവുള്ളൂ അല്ലേ? എങ്ങനെ വീട് നന്നാവില്ല. അപ്പോൾ അടിത്തറ ആണ് നമ്മുടെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമാണ് ഭക്തി. അപ്പോൾ ഭക്തി ഉണ്ടായതുകൊണ്ടാണ്, ഭക്തിക്ക് ശേഷം മറ്റതൊക്കെ ഉണ്ടാവുക വെച്ചാൽ അത് ഭക്തി ഇല്ലാണ്ട് എന്തുണ്ടായിട്ടും കാര്യമില്ല. അടിത്തറയില്ലാത്ത കെട്ടിടം പോലെ ഇരിക്കും. മൽക്കഥായുള്ള നാൾ മുക്തനായി വാഴ്ക നീ, ഭക്തി കൊണ്ടേ വരൂ ബ്രഹ്മത്വവും സഖേ. ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദ ബാഷ്പാവരീതാക്ഷനായവൻ വീണു നമസ്കൃത്യ പിന്നെയും രാമസീതാജ്ഞയാ പാരം പണിപ്പെട്ടു. രാമപാദാബ്ജവും ചിന്തിച്ചു ചെന്നു ഹിമാചലം പുക്കൂ തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനോഹരൻ, ഗച്ഛ സഖേപുരം ശൃംഗിവേരം ഭവൻ. മത്സരീത്രങ്ങളും ചിന്തിച്ചു വാഴ്ക നീ, ഭോഗങ്ങളെല്ലാം ഭുജിച്ചു ചിരമ്പുനാരേകഭാവം ഭജിച്ചിടുകന്നോടു നീ. ദിവ്യാഭരണങ്ങളെല്ലാം കൊടുത്ത് അവ്യാജഭക്തനോ യാത്ര വഴങ്ങിനാൻ. അവ്യാജഭക്തൻ എന്ന് വെച്ചാൽ വ്യാജമില്ലാത്ത ഭക്തി, ശരിക്കുള്ള ഭക്തി, അതാണ് അവ്യാജഭക്തനെന്ന്. അതായത് ദിവ്യാംബരങ്ങളെല്ലാം എന്നിട്ട് അവിടെ ഒരു വരയുണ്ടല്ലോ, കൊടുത്ത് അവ്യാജഭക്തനോ യാത്ര വഴങ്ങിനാൻ. വ്യാജ എന്നുവെച്ചാൽ ആ കളങ്കമില്ലാത്ത ഭക്തിയോട് കൂടിയിട്ട് നിഷ്കളങ്ക ഭക്തൻ എന്നുള്ള അർത്ഥം. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ടു രാമനാശ്ലിഷ്ടനായ ഗുഹൻ തഥാ. ഗംഗാനദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത്ത വസ്ത്രാഭരണങ്ങളും മാല്യകളഭാകരി ചന്ദനാദിയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാദരാൽ. മർക്കട നായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധഭൂകന്നര് അയച്ചരുളിടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ധഭുക്കു ദുഃഖിച്ചു മരുവിനാൻ. സീതാജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞ ശ്ലേഷവും ചെയ്തു. സീതയെ കൊണ്ടു കൊടിപ്പിച്ചോരോ തരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകുന്നു മുൽകിക്കനിയോടു യാത്ര വഴങ്ങിനാൻ. കാശിരാജാവും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മലാഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാരവർകളും. നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം.
മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചെനൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴുക നാശാമരികളിലുണ്ടാകയില്ലതേ. നാശാമരികളിൽ ഉണ്ടാകയില്ലതേ എന്നെ മറന്നു പോകാതെ നിരൂപിച്ചു പുണ്യാനിജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ചു നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മന മുക്തനായി വാണിടുകെന്നു നിയോഗിച്ചു. മുക്തബലമണി സ്വർണ്ണാഭരണങ്ങളും ആവോളവും കൊടുത്താശു പോവാനയച്ച വിർമുദാ പുണർന്നിടിനാൻ പിന്നെയും. ചിത്തേ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീരിത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും. ഗദ്ഗദാവർണ്ണേന യാത്രയും ചൊല്ലിനാൻ നിർഗമിച്ചാനൊരു രാജീ വിഭീഷണൻ. ലങ്കയിൽ ചെന്നു സുഹൃജനത്തോടു മാതങ്കാമൊഴിഞ്ഞു സുഖിച്ചു വാണിടിനാൻ. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദം ഉൾക്കൊണ്ടു രാജഭോഗാന്വിതം. അശ്വമേധാദിയം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു. നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈദ്യ ദുഃഖം വനീതമാക്കില്ലൊരു വ്യാധി ഭയാവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യാപരിപൂർണയല്ലോ ധരിത്രിയും ദാസ്യുഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലാമരണമകപ്പെടാറുമാറില്ല കാലേ പരീക്ഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാവരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേ വരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നും വിളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനും ഉണ്ടനുകമ്പമാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാം അവനുണ്ടു നിന്ദയുമില്ല പരസ്പരമാക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോന്നിതിൽ പരം. ലോകാന്തര സുഖം എന്തോന്നിതിൽ പരം. അത് വായിക്കുമ്പോൾ ചിലൊരക്ഷരം തെറ്റണത് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ തിരുത്തി പറയണത്. ലോകാന്തരം സുഖം എന്തോന്ന് ഇതിൽ പരം. ലോകാന്തര സുഖം എന്തോന്നിതിൽ പരം. വൈകുണ്ഠ ലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളൊന്നുമേ വീടിനാൻ. ഇത് അധ്യാത്മരാമായണെ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം. യുദ്ധകാന്ഡം വരെ വായിച്ച് സമർപ്പിച്ചു. ഇനി രാമായണം വായിച്ചതിൻ്റെ ഫലശ്രുതിയാണ്. ഈ ഫലശ്രുതി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം ഉത്തരരാമായണത്തിലെ അതേ ആ സ്തുതിയും കൂടി വായിച്ചിട്ട് സമർപ്പിക്കാം. പതുക്കെ ഒപ്പം പോയാൽ മതി, പതുക്കെ വായിച്ചാൽ മതി, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. അധ്യാത്മരാമായണമിതത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യനീ ജന്മന മുക്തി സിദ്ധിക്കൂ മദീനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനം ആരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്തിയാ പഠിക്കലും ചൊൽക്കിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. ഭക്തിയാ പഠിക്കലും, ഭക്തി വേണം എന്നാണ്. അതായത് നമ്മൾ ചെല്ലേണ്ടതും പഠിക്കേണ്ടതൊക്കെ ഭക്തിയോട് കൂടിയിട്ടായാൽ മാത്രമേ നമുക്ക്. എന്താ ഇപ്പം എത്രയോ കാലമായി ഞങ്ങൾ രാമായണം വായിക്കുന്നു, എന്നിട്ട് ഞങ്ങൾക്ക് എന്താ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ ഭക്തിഭാവം ഓരോ വരി വായിക്കുമ്പോൾ ആ ലയം അത് ഞാനാണ് എന്നുള്ളൊരു ഭാവം. അപ്പം നേരത്തെ പറഞ്ഞില്ലേ സീതയുടെ കാര്യം കേട്ടപ്പോൾ സങ്കടം വന്നു അമ്മേ. കാരണം നമ്മൾ സീതയായിട്ട് മാറുമ്പോൾ നമുക്ക് സങ്കടം വരികയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഭാവത്തോട് കൂടിയിട്ട് വായിക്കാൻ സാധിക്കണം. അപ്പോഴാണ് നമുക്കിത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആരായാലും അവർക്കും രാമനായാലും സീതയ്ക്കായാലും അവരുടെ ആ ഒരു മനുഷ്യജന്മം എടുത്തിട്ട് ആ ലീലകളാടുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജന്മം എടുത്താൽ ആ മനുഷ്യൻ്റെ ജന്മത്തിലെ സുഖങ്ങളെക്കാളും കൂടുതൽ ദുഃഖ സമയങ്ങളാണ് ഉണ്ടായിരിക്കണേ അല്ലേ. സുഖസമയം എപ്പോഴാണ് ഉണ്ടായിരിക്കണേ? കുറച്ച് കാലം മാത്രം സുഖം ഉണ്ടായി.
അത് കഴിഞ്ഞാൽ പിന്നെ അധികം ദുഃഖങ്ങളും ഓരോരോ ബുദ്ധിമുട്ടുകളാണ് രാമനും സീതയ്ക്കും എല്ലാവർക്കും വന്നിരിക്കുന്നത്, എല്ലാവരുടെ കാര്യത്തിനും. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ പട്ടാഭിഷേകം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ സീതയെ അവിടെ വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുവന്നാക്കലും ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോഴും ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ആലോചിക്കുമ്പോൾ ദുഃഖമാണ്, മനുഷ്യഭാവേന നോക്കുമ്പോൾ ഒക്കെ ദുഃഖമാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് മാത്രം അസുഖങ്ങളായിട്ട് വരണത്. അപ്പോൾ ഇതുപോലെയാണ് ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള കർമ്മഫലങ്ങളാണ് അനുഭവിക്കുന്നത്. സുഖമായിട്ടും ദുഃഖമായിട്ടും വരാമെന്ന് നമുക്ക് പഠിപ്പിച്ച് തരണതാണ് രാമായണം. അപ്പോൾ അതിനെ ഭക്തിയോട് കൂടിയിട്ട് വേണ്ടതുപോലെ ശ്രദ്ധയോട് കൂടിയിട്ട് അത് വായിക്കുക മാത്രമല്ല അതിനെ പറ്റിയിട്ട് ചിന്തിക്കുക, അല്ലേ? അത് ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ അപ്പോഴാണ് ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക. അർത്ഥാഭിലാഷിക്ക് ലഭിക്കും മഹാധനം, പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യാജനങ്ങളാൽ സമ്മതം, വിദ്യാഭിലാഷി മഹാബുധനായി വരും. ഈ 4 വരി നോക്കൂ. നമ്മൾ കേൾക്കുമ്പോൾ എന്താ? അർത്ഥാഭിലാഷി ലഭിക്കും മഹാധന, പണം വേണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ധാരാളം ധനം കിട്ടും എന്നുള്ളതുണ്ട്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുക, ധനം വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറേ അതാണല്ലോ അതിൻ്റെ ഒരു അർത്ഥം സാമാന്യമായിട്ട്. ശരിക്കും ആ ധനത്തിനെ ആഗ്രഹിച്ചിട്ട് നമുക്ക് അങ്ങനെ ആഗ്രഹിച്ചിട്ടാവും നമ്മൾ തുടങ്ങുക. പക്ഷേ ഭക്തി കൊണ്ട് ഇതിൽ പറഞ്ഞല്ലോ ഭക്തിയാ പഠിക്കണമെന്ന്. ഭക്തി കൊണ്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭഗവാന്റെ ആ അനുഗ്രഹം തന്നെയാണ് ഏറ്റവും വലിയ ധനം എന്ന്. ആ ധനം അവന് ലഭിക്കും. അതില്ലാത്തതല്ല. നമ്മുടെ വീട്ടിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ടാവും. ആ മണ്ണ് കുഴിച്ച് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നിധി കിട്ടണമെന്ന് പറയുന്ന പോലെ നമ്മളിത് നീക്കി നമ്മുടെ ഉള്ളിലുള്ളതൊക്കെ ആ മാലിന്യങ്ങളൊക്കെ നീക്കുമ്പോൾ മഹാധനമായിട്ട് ഈശ്വരൻ തന്നെ നമ്മുടെ ഉള്ളിൽ ആത്മാവായിട്ട് അതിനെ പറ്റും. പുത്രാഭിലാഷിക്ക് സുപുത്രനെ കിട്ടും എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാവും ചിലവർ. പക്ഷേ ആ ഒരു കുഞ്ഞ് വേണം എന്ന് നിയോഗമില്ലെങ്കിലും ചിലപ്പോൾ ഈശ്വരൻ്റെ എന്തെങ്കിലും ഒരു കാരണങ്ങളുണ്ടാവും അതിൻ്റെ തടസ്സം ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ രാമായണമൊക്കെ അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ആ തടസ്സം നീങ്ങിയിട്ട് പുത്രനെ ലഭിക്കാം. ഇനി അല്ലാത്ത വണ്ണം ഭഗവാനെ തന്നെ പുത്രനായിട്ട് മനസ്സിൽ തോന്നും. നമ്മുടെ പുത്രൻ ഇതാണ് എന്നുള്ള ഭാവം. അതല്ലേ പൂന്താനത്തിനുണ്ടായ ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. അപ്പോൾ അതുപോലെ അങ്ങനെ നമ്മൾ ആ ഈശ്വരഭാവത്തിൽ നിൽക്കുമ്പോൾ എന്താ സിദ്ധിക്കും ആര്യജനങ്ങൾ. അപ്പം മറ്റുള്ളവരൊക്കെ നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും, അല്ലേ? അവരൊക്കെ പിന്നെന്താ വിദ്യാഭിലാഷി മഹാബുധനായിട്ട് വരും. എന്താണ്? വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാനെന്ന് നടിക്കുകയല്ല വേണ്ട. വിദ്യ കൊണ്ട് എന്തിനെ അറിയേണ്ട? ഈശ്വരനെ അറിയുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിദ്യ. അപ്പോൾ ആ മഹാബുധനായിട്ട് വരിക അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓരോന്ന് വായിക്കുമ്പോഴും ലൗകികമായ ഒരർത്ഥം അതിൻ്റെ ഉള്ളിൽ ഒരു ആന്തരിക അർത്ഥമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. വന്ധ്യായുവാദി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം, ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടും മത്തി കേട്ടിടുകിൽ അർത്ഥവാനായി വരും, ദുർഗങ്ങളെല്ലാം ജയിക്കായി വരൂ മതി ദുഃഖിതം കേൾക്കിൽ സുഖിയായി വരും അവൻ, വീതനതു കേൾക്കിൽ നിർഭയനായി വരും, വ്യാധിതൻ കേൾക്കുമെങ്കിൽ ആതുരനായി വരും, ഭൂതദൈവാത്മോർത്ഥമായി ഉടനുണ്ടാകും ആദികളെല്ലാം അകന്നുപോം നിർണയം, ദേവാഭൃത് ഗണതാപസാമുഖ്യന്മാരെ വരൂമേറ്റം പ്രസാദിക്കും അത്യരം, കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിച്ചിടും, അധ്യാത്മരാമായണം പരാമേശ്വരനദ്രീസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധഭുക്തിയ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരാമാർത്ഥമിതൊക്കവേ, ഭക്ത്യാ പറഞ്ഞടങ്ങി കിളി പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ജാനകീ ജീവനസ്മരണം. ആ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ് ബ്രഹ്മാവിൻ്റെ സ്തുതി എന്ന് പറഞ്ഞ് കാണാം. അതാണ് നമ്മൾ പാരായണം. ഏറ്റവും അവസാനം ബ്രഹ്മാവിൻ്റെ സ്തുതി.
ബർത്ത്ഡേ അങ്ങോട്ട് പിന്നാക്കുമ്പോൾ പോണ്ട. ബ്രഹ്മാവിൻ്റെ സ്തുതി ഇങ്ങോട്ട് മറക്കും. ഈ ഏറ്റവും ലാസ്റ്റാണ് അത്. അതുകൊണ്ട് ആ ബ്രഹ്മാവിൻ്റെ സ്തുതി കഴിഞ്ഞു. ഏറ്റവും അവസാനം ഇവിടെ ഈ സൈഡിൽ ഏറ്റവും അവസാനമാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി. കഴിഞ്ഞാൽ പിന്നെ 2 പേജ് ഉള്ളൂ. അത് തന്നെയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി. ഇത് തന്നെയാണ് ബ്രഹ്മാവിൻ്റെ സ്തുതി. ഇപ്പുറത്ത് ഒന്നുകൂടി മറക്കൂ, 1 പേജും കൂടി. ബ്രഹ്മാവിൻ്റെ സ്തുതി അത് തന്നെ. ഇതേ അവിടെ ആ സൈഡിൽ അല്ലേ. ഇങ്ങോട്ട് കൊണ്ടുവരുമോ ബുക്ക്? ഞാൻ എടുത്തു തരാം. നാരായണ നാരായണ നാരായണ. പേജ് വ്യത്യാസമുണ്ട്. അതല്ല ഉത്തരരാമായണം കഴിഞ്ഞിട്ടുള്ള ഭാഗം അതാന്ന് തോന്നുന്നത്. വിരിഞ്ചസ്തുതി എന്നാവും ചില പുസ്തകത്തിലെ, ബ്രഹ്മാവിൻ്റെ സ്തുതി എന്നാവില്ല. അപ്പോൾ അത് നോക്കും, അതിൽ വിരിഞ്ചസ്തുതി എന്നാണ്. ഇതിലും അങ്ങനെയാവും. ഈ കുട്ടിയുടെ വിജിയുടെ പുസ്തകം കൊണ്ട് കൊണ്ടുവരും. ഏറ്റവും അവസാനമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിക്കില്ലേ, അപ്പോഴാണ്. ലക്ഷ്മണ പരിത്യാഗം ഇതിൽ അത് കാണുന്നില്ലല്ലോ. ഈ പുസ്തകത്തിൽ ഉണ്ടാവാണ്ടിരിക്കില്ല, എല്ലാത്തിലും ഉണ്ടാവും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഇത് കാണുന്നില്ല കുട്ടിയെ. കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സകല ജഗന്മയനാകിയ സനാതനെന്ന് തൊട്ട് വായിച്ചു തുടങ്ങണം. 4 വരി മുകളിൽ. സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു ഭഗവാനേ നാരായണ. സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവാദജസ്സോടും നിന്നരുളുന്നേരം അംബുജാസനൻ തത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാജയ, അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാഥാജയ, അംബുജത്തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥാജയ, യുദ്ധത്തിനടുത്തോരു മധുകൈടഭന്മാരെ ബദ്ധരോഷേണ കൊന്നു മുടിച്ച നാഥാജയ, ദൈത്യന്മാരുടെ മഹാമേധസ്സുകൊണ്ടു തന്നെ ധാത്രീമണ്ഡലത്തെയും നിർമ്മിച്ച നാഥാജയ, ധാത്രിയിൽ എന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിപ്പിച്ചോരു പരമാത്മാവേ ജയ, കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്വതിനായി നീലലോഹിതനായും വാണിടും നാഥാജയ, ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിനു മത്സാരൂപ്യത്തെ പരിഗ്രഹിച്ചോരു രാഘവാജയ, നന്ദരാമുയർത്തുവാൻ കൂർമ്മമായവതരിച്ചിന്ദ്രാദിദേവകളെ പാലിച്ച നാഥാജയ, ഹിരണ്യാക്ഷനെ കൊൽവാനാദിസൂകരമായി
ധരണീദേവി തന്നെ രക്ഷിച്ച നാഥാജയ. ഹിരണ്യാകശിപുവാം അസുരേന്ദ്രനെ കൊൽവാൻ നരസിംഹാകാരമായി ചമഞ്ഞ നാഥാജയ. 3 ലോകവും മഹാബലിയോടർത്ഥിച്ചുടൻ 3 അടിയായളന്ന വാമനാമൂർത്തേ ജയ. ധരണീന്ദ്രന്മാരായ ദുഷ്ടരെ വധിപ്പാനായി പരശുരാമനായി പിറന്ന നാഥാജയ. രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥാജയ. വസുദേവാത്മജൻ വാസുദേവൻ എന്ന് വെച്ചാൽ ഭഗവാൻ വസുദേവാത്മജനായി നിമേൽ ബലനായി വസുധാഭാരം തീർക്കും രേവതീപദേ ജയ. ദേവകീസുതനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കു മുക്തി കൊടുക്കും നാഥാജയ. ഗഡ്ഗവും ധരിച്ച് നീ കലികാലാന്തത്തിങ്കൽ ഗഡ്ഗവും ധരിച്ച് നീ കലികാലാന്തത്തിങ്കൽ കൽക്കിയായി ദുഷ്ടധം ചെയ്തിടും നാഥാജയ. നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമാലത്തിലറിയാവതല്ലൊരുവർക്കും. സദ്ഗതി അടുത്തുവാൻ ആചാര്യരൂപം കൈക്കൊണ്ടുൾക്കാമ്പിൽ നാനാഭേദ ഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശ. ഒപ്പം വായിക്കൂ കേട്ടോ. ഇവിടെ വായിക്കണേൻ്റെ ഒപ്പം വായിക്കണം. ഞാൻ വായിക്കുമ്പോഴേക്കും അപ്പുറത്തെ വരി വായിക്കരുത്, പതുക്കെ വായിച്ചാൽ മതി. ധൃതിയില്ലല്ലോ. ഇത് കഴിഞ്ഞ് നമുക്ക് എങ്ങടും പോകാനില്ല, വീട്ടിലേക്ക് ഇത് കഴിഞ്ഞ് പോകണ്ടോ. സദ്ഗതി അടുത്തുവാൻ ആചാര്യരൂപം കൈക്കൊണ്ടുൾക്കാമ്പിൽ നാനാഭേദ ഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തിയാം ശിഷ്യനറിയിച്ചാൽ കണ്ടിടാമത്രേ. സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമാജയ. ഇക്കാലം ദശരഥ പുത്രനായി അയോധ്യയിൽ വിഖ്യാത കീർത്തിയ രാമനായ മാധവാജയ. വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ പിമ്പെ പോയ രാഘവാജയ. കാടകം ബുക്ക ശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവാജയ. വേഗേന സിദ്ധാശ്രമം ബുക്കു കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥാജയ. വിശ്വാമിത്രോക്ത്യ പുനരഹല്യാശാപം തീർത്തു വിശ്വനായക ശാപം ഖണ്ഡിച്ച നാഥാജയ. സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യേ മാർഗ പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമാജയ. ബന്ധുവർഗവുമായി ചെന്ന അയോധ്യയിൽ പുക്കു പന്തിരാണ്ടാനന്ദിച്ചു വസിച്ച നാഥാജയ. ജനഗാനഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനീ കൈകേയിയും മുടക്കിക്കളകയാൽ സീതയു മനോജനും താനുമായി വനം ബുക്കു മോദേന ചിത്രകൂടത്തിങ്കൽ മേവിനാകാലം. ഖേദിച്ചു താതൻ സ്വർഗം ബുക്കാനെന്നതു കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവാജയ. ഭരതൻ തൻ്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭാരമേൽപ്പിച്ചു യാത്ര അയച്ചോരനന്തരം. ദണ്ഡകാരുണ്യം ബുക്കു ദുഷ്ടനാം വിരാധനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാഥാജയ. താപസനായ സുഭീഷണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം ബുക്ക ശേഷം. താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തോരു ശാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു. ഗൗതമിയാകും നദി തന്നുടെ തീരത്തിങ്കൽ കൗതുകത്തോടു സുമിത്രാത്മജൻ ചമച്ചോരു
പർണശാലയിൽ ഭാര്യ സോദരാ സമേതനായി ദണ്ഡമെന്നിയെ സുഖിച്ചിരുന്ന നാഥാജയ വന്നു കാമിച്ച രാത്രിഞ്ചരിയാം ശൂർപ്പണഖ തന്നെ മുക്കുമുല ഛേദനം ചെയ്ത മൂലം ക്രുദ്ധനായി 14 സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തോരു ഖരനെ കൊല ചെയ്തു. പൊന്മാനായി വന്ന മാരീജാസുരനുടെ പിമ്പെ സമൂഹം പൂണ്ടുപോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു. കരുത്തനായ കബന്ധനു ഗതി നൽകി ശബരി തന്നെ കണ്ടു വരവും കൊടുത്തുടൻ സമ്പതി പമ്പാതീരം ബുക്കതി ശോകത്തോടും നടക്കുന്നേരം വായുപുത്രനെ കണ്ടുകിട്ടി. പടുത്താമോടും അവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ജയിപ്പിച്ചു ബാലിയെ വധം ചെയ്തു. ദുഃഖേന ചാതുർമാസ്യമിരുന്ന നാഥാജയ 4 ദിക്കിലും നാനാവാനരപ്രവരന്മാർ കാലേ പോയി അന്വേഷിക്ക ജാനകി ദേവി തന്നെ അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അങ്കദാദികളോടൊപ്പം തെക്കോട്ടു നടാകൊണ്ടാൻ. പാതാളം തന്നെ സ്വയം പ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരിധീരം പൊക്കാൻ സമ്പതി നാരായണ നാരായണ. പാതാളം തന്നിൽ സ്വയം പ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരിധീരം പൊക്കാൻ സമ്പാദി വാച സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ. വാരിധി ചാടിക്കടന്ന ശുലങ്കയിൽ ചെന്നു താരിൽ മാതിനു തിരുവഴിയും കൊടുത്തവൻ ചൂടാരത്നവും വാങ്ങിയിട്ടു ധ്യാനഭംഗം ചെയ്തു. പ്രൗഢതയോടുമുടൻ പോരിനു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണതനയനം അക്ഷകുമാരനെയും കൊന്നു രാവണനാകും. ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടുപൊട്ടിച്ചു വരാൻ നിധിയും കടന്നുടൻ. തുഷ്ടി പൂണ്ടങ്കാനാദി വാനരന്മാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയെ എന്നു ചൊന്ന. മാരുതി തന്നെ പിടിച്ച ശ്ലേഷം ചെയ്തു ഗാഠം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥാജയ. സുമുഹൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിനു പുറപ്പെട്ട രാഘവാജയ. ദക്ഷിണ സമുദ്രത്തിനുത്തരാതിരം ബുക്കു രക്ഷോനാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥൻ എന്നഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയ. വരുണൻ വഴി നൽകാഞ്ഞളവു വില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ. നളനെ കൊണ്ടു ചിറ കെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്നു വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ചനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറാതന്മേൽ മർക്കടപ്പടയോടു മക്കരെ കടന്നുടൻ രക്ഷോനായകൻ തന്നെ കൊന്ന രാഘവാജയ. തക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശനെന്നു രക്ഷോവീരന്മാരോടും വാഴിച്ച നാഥാജയ. അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു രാഘവാജയ. സോദരാ നിശാചരാ വാനരപ്പടയുമായി വൈദേഹിയോടും കൂടി പുഷ്പകം കരായേറി നന്ദിഗ്രാമത്തിൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ച ശ്ലേഷം ചെയ്തോരു രാഘവാജയ.
താപസ നിശാചര വാനരരവരോടും താപങ്ങളകന്നൊരു സോദരാ വീരരോടും ഭൂദേവാദികളായ രാജവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകമ്പുക്കും അഭിഷേകവും ചെയ്തു ബന്ധുവർഗത്തോടും ജന്നഭിമാദേന രാജ്യം പാലിച്ച നാഥാജയാം കുംഭസംഭവൻ പറഞ്ഞൻപോടു നിശാചര സംഭവമെല്ലാം അറിഞ്ഞോരു രാഘവാജയാം മൈഥിലി തന്നെ അപവാദ ശങ്കയാ കളഞ്ഞ് ആതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാജയാം സ്വർണം കൊണ്ടവളുടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊന്നിച്ച നാഥാജയാം അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥാജയാം വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശാലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്തസന്തോഷം പൂണ്ടു വസിച്ച നാഥാജയാം സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ച് എത്രയും ദുഃഖത്തോടെ വസിച്ച നാഥാജയാം മൈഥിലീതനയന്മാരാകിയ കുശാലവന്മാരെയും ഓരോരോ ദിശി വാഴിച്ച നാഥാജയാം സോദരാമമാത്യനിശാചരവരോടും സാദരാ അയോധ്യാവാസികളാം അവരോടും വന്നിഹാസരയുവീരത്തിങ്കാലിതൂകാരം നിന്നരുളുന്ന രാമ രാഘവ ജയ ജയ നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപദേ രാവണാന്തകാഹരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനൈകനായകാകൃപാനിധേ പരമാനന്ദമൂർത്തേ നമസ്തേ പരമാത്മനി പരബ്രഹ്മമേ പരം പുരുഷാ നമോസ്തുതേ. ഹരേ കൃഷ്ണ. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ ആഞ്ജനേയ സ്വാമിക്ക്. നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പാരായണം ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. കുറച്ച് നേരം ഹരേരാമ ജപിച്ച് കഴിഞ്ഞിട്ട് കർപ്പൂരം കത്തിച്ചിട്ട് സമർപ്പിക്കാം. ആ കർപ്പൂരത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു വെച്ചോളൂ. എന്നിട്ട് ആരാ കത്തിക്കണേന്ന് ആർക്കാണോ കത്തിക്കാൻ കൊതി തോന്നണേ അവർ വന്ന് കത്തിച്ചോളൂ. ആർക്ക് വേണമെങ്കിലും കത്തിക്കാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 വെച്ചല്ലേ ഹരേ
ഹലോ ഹലോ 790 288 2839 2839 ആ ഈ മൊബൈൽ നമ്പറാണ്. അവിടുത്തെ സെക്രട്ടറിക്ക് പ്രസിഡന്റിൻ്റെ അതേ നമ്പറാണ്. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ എല്ലാവരും ഇരിക്കൂ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാന്റെ അപാരമായിട്ടുള്ള കാരുണ്യം കൊണ്ട് നമുക്ക് രാമായണം പൂർണ്ണമായിട്ടും സമർപ്പിക്കാനായിട്ട് സാധിച്ചു. ആ പാദത്തിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പാരായണത്തിൻ്റെ ഇതുവരെ സമ്പൂർണ്ണമായിട്ട് ചെയ്ത രാമായണ പാരായണത്തിന് ആ ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സുകൊണ്ട് വീണ് നമസ്കരിക്കാം. എന്തു തന്നെ പ്രാരാബ്ധങ്ങളുണ്ടായാലും എന്തു തന്നെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ സുഖങ്ങളോ സന്തോഷങ്ങളോ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോയാലും ഭഗവാനെ അവിടുത്തെ പാദങ്ങളെ മറന്ന് ജീവിക്കാൻ ഇടവരരുതേ എന്ന്. ഇപ്പം അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. ഗുരുവായൂരപ്പ അഖില ജന്മത്തിലും തൊൽഭക്തി ഉണ്ടായി വരാൻ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ ജീവിതത്തിലും എന്തു തന്നെ വന്നു ചേരുകയാണെങ്കിലും അല്ലേ, എന്തു തന്നെ ഭവിക്കലുമൊക്കെയും എൻ്റെ കണ്ണൻ തരുന്ന പ്രസാദമായി ഏറിയ മോദാലേറ്റുകൊണ്ടിടുവാൻ ഏകണം വരം കൃഷ്ണ എനിക്കു നീ. ഭഗവാന്റെ പാദത്തിൽ നമസ്കരി. എന്ത് തന്നെ ജീവിതത്തിൽ വന്നാലും അത് ഭഗവാന്റെ പ്രസാദമാണ് എന്ന് കരുതിക്കൊണ്ട് സുഖമായാലും ദുഃഖമായാലും ഈശ്വരപ്രസാദമാണ്. ഭാഗവതം രാമായണം മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് കാണാം. ശപിച്ചു എന്ന് പറയുമ്പോൾ പറയും സന്തോഷമായി എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ചിത്രകേതുവിനെ പോലെയുള്ളവരെയൊക്കെ കാണാം. കാരണം എന്താ, ശാപം ആയാലും അനുഗ്രഹമായാലും ഒരുപോലെയാണ്. കാരണം ആര് തരണതാ? ഭഗവാൻ തരണതല്ലേ, ഒരുപോലെയാണ്. എത്രയോ ജന്മജന്മാന്തരങ്ങൾ ചെയ്തു പോയിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെയും സൽക്കർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങളാണ് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫലങ്ങളെല്ലാം ഇല്ലാണ്ടായി തീർന്നാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ അറിയാനും അനുഭവിക്കാനും ആ ഭഗവാനോട് ഐക്യം ഉണ്ടാവാനൊക്കെ സാധിക്കുള്ളൂ. അപ്പം അതിനു വേണ്ടിയിട്ട് ആണ് ഭഗവാന്റെ ഓരോ ലീലകളും അതിനു വേണ്ടിയിട്ട് തന്നെയാണ്. ഓരോരോ വേഷം എടുത്ത് ആടണതും നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കുകയല്ലേ എത്രയോ കഷ്ടപ്പെടണം, ഭഗവാൻ എന്തെല്ലാം രൂപങ്ങളും ഭാവങ്ങളും നമുക്ക് വേണ്ടിയിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ആ ഭഗവാന് അത്രയാണ് നമ്മളുടെ
നമ്മളെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഭഗവാനിൽ നിന്ന് അകന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര നന്ദി കെട്ടവരല്ലേ. അങ്ങനെ ആലോചിച്ച് നോക്കൂ, ഒരാളൊരു കാര്യം ഉപകാരം ചെയ്തിട്ട് പിന്നെ അവരെ കാണാണ്ട് എത്രയോ ഉപകാരം ചെയ്തതാന്നിട്ട് ഒരു നന്ദി ഇല്ല എന്ന് നമ്മൾ പറയും സാധാരണഗതിക്ക്. നമ്മൾ ആരെങ്കിലും നന്ദിയുള്ളവരാണോ എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഒരിക്കലും അങ്ങനൊരു ഭാവം നമ്മുടെ ഉള്ളിൽ ഇല്ലാണ്ട് പോട്ടെ. കാരണം അങ്ങനെയുള്ളവരായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരസ്പരം വിദ്വേഷമോ സ്പർദ്ധയോ മറ്റുള്ളവരോട് ദേഷ്യമോ ഒന്നും തോന്നില്ല. കാരണം ഇതൊക്കെ എൻ്റെ അനുഭവയോഗമാണ് ഞാൻ അനുഭവിച്ച് തീരണത്. അപ്പോൾ നമുക്ക് ഒരു ദുഃഖമാണ് അനുഭവിക്കാൻ മറ്റുള്ളവർക്ക് കാരണമെന്ന് നമുക്ക് തോന്നുകയാണ്. അവരല്ല കാരണം, നമ്മളെ ദുഃഖം നമുക്ക് അനുഭവിക്കണം. എന്നാലും അവർ നിമിത്തമായി എന്നുണ്ടെങ്കിൽ അവരെ നമസ്കരിക്കുക. കാരണം നമ്മുടെ ആ കർമ്മപ്രാരാബ്ധം തീർക്കാൻ ഇടയാക്കിയത് അവരല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ നമസ്കരിക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമുക്ക് വേണ്ടിയിട്ട് അവർ നമ്മുടെ കർമ്മപ്രാരാബ്ധങ്ങൾ ഇല്ലാണ്ടാക്കണമെന്ന് ആലോചിച്ചിട്ട്. അപ്പോൾ ആരോടും അങ്ങനെ ഒരു മനോഭാവം ഇല്ലാണ്ടിരിക്കട്ടെ, എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടു കൂടിയിട്ട് പെരുമാറാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിവിടെ പാരായണം സമർപ്പിക്കാം. കൈതൊഴാം പരമേശാനി രാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേൻ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക മൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാൽത്താരെഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസീരൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേൻ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെന്നെ സദയം കരകേറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈതൊഴുന്നു ഞാൻ ബർഹാപീഠം നടവരവപുകർണയോ കർണികാരം ബിഭ്രദ്വാസകനകപിശം വൈജയന്തീം ചമാലാം രന്ധ്രാം വേണോരധരസുതയാ പൂരയൻ ഗോപവൃന്ദൈ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശദ്ഗീതകീർത്തി ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈതൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം സഹായമതിസുന്ദരമന്ദഹാസം പാദാലയേശമനിശം ഹൃദ്ഭാവയാമി. ശ്രീഹരയേ നമഃ. എന്താ സംശയം? ശ്രീഹരയേ നമഃ. ഹരേ ഗുരുവായൂരപ്പ ശരണം. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗളത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹര നമ പാർവതീപതയേ. ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ. ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടു അലഞ്ഞിടാതെ തീരേണമേ കൃഷ്ണമദീയ ജന്മം. ഗുരുവായൂരപ്പ.